പുതുവത്സര ദിനത്തിൽ സീസൺ 5 വേദിയിൽ അരങ്ങേറിയ മനോഹരമായ പ്രകടനങ്ങൾ കാണാം. ഒരുപാട് ഇഷ്ടമായി മോനെ നീ പാടിയത്. വേദിയിൽ മനോഹര ഗാനവുമായി അലീന എത്തുന്നു. നല്ല ശബ്ദം, നല്ല പവർഫുൾ ആയിരുന്നു. എന്നെക്കാൾ വലിയ ആൾക്കാരാണ് നിങ്ങൾ, അതുകൊണ്ട് റിമിമോളെ എന്നെല്ലാം വിളിക്കുമ്പോ അയ്യോ പോയി. നിന്റെ അടുത്തുനിന്ന് എനിക്ക് മാം വിളി ചേച്ചി എന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചേച്ചി പറ്റൂലേ എനിക്ക് നീ റിമി മോളെ നല്ലാണ്ട് വേറെ ഒരു ഒന്നും കേൾക്കണ്ട. എനിക്ക് വേദിയിൽ മനോഹര ഗാനവുമായി സെബാമോൻ എത്തുന്നു. ആ പാട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണോ നല്ല രസകരമായിട്ട് പാടി. തുടർച്ചയായി രണ്ടാം തവണയാണ് സെബാമോൻ 100 മാർക്ക് നേടുന്നത്. തുടർച്ചയായി രണ്ടാമത്തെ 100 എല്ലാരും ചൊല്ലണ സൂപ്പറാണ്. വേദിയിൽ മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തെ എഴുന്നേരുന്ന കൈയടിച്ചാണ് വിധികർത്താക്കൾ പ്രശംസിച്ചത്. വേദിയിൽ മനോഹര പ്രകടനവുമായി ആര്യൻ എത്തുന്നു. വല്ലാത്ത കണ്ണ, അത് കുറച്ച് കുറയ്ക്കായിരുന്നു. പുതുവർഷത്തെ വരവേൽക്കാൻ കുട്ടിത്താരങ്ങൾക്കൊപ്പം ബാമയും അനശ്വരിയും എത്തിയിട്ടുണ്ട്. ആ കുഞ്ഞു ശബ്ദത്തിൽ നിന്ന് കീറി പൊളിക്കുന്നുണ്ട്. ടോപ്സിക്കൽ വേദിയിൽ അനശ്വരിയും ബാമയും കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ഓർമ്മയൊന്നുമില്ല, കുറച്ചൊക്കെ ആകുന്ന സമയത്ത് അമ്മ ഉണ്ണി വാവാവൊക്കെ വെറുതെ പാടാറുണ്ട്. മലയാളി മനസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനോഹര ഗാനങ്ങളും താരങ്ങൾ ആലപിക്കുന്നത്. എനിക്ക് ആ വോയിസ് ഭയങ്കര ഇഷ്ടമായി. വേദി വിസ്മയത്തിലാക്കി കുട്ടിക്കുറുമ്പി എത്തുന്നു. വേദിയിൽ മനോഹര ഗാനവുമായി പാർവണക്കുട്ടി എത്തുന്നു. സുന്ദരിയായിട്ട് വരികയാണോ എന്ന് എനിക്ക് വളർത്താൻ അനുവദിച്ചൂടാ. വേദിയിൽ മനോഹര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. കുറേ ഭാഗങ്ങള് അതിമനോഹരമായിട്ട് തന്നെ പാടി. താരത്തിനൊപ്പം ഗാനം ആലപിച്ച് അനിയത്തിക്കുട്ടിയും വേദിയിൽ ശ്രദ്ധ നേടി. മോളുടെ പാട്ട് കേൾക്കണം, അവിടെ അനിയത്തിയാണ് ഈ ചേച്ചിയെ കൂടെ തെറ്റിക്കുന്ന രീതിയില് ഭയങ്കര പാട്ട്. തുടർന്നും മനോഹര നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. സീസൺ 6 ബുക്കിംഗ് ആരംഭിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേദിയിൽ മനോഹര ഗാനവുമായി റാണിക്കുട്ടി എത്തുന്നു. അലുവാ പോലെയാണ് മോള് പാടുന്നത്. ചിരിച്ചാലോ? വിധികർത്താക്കളുടെ മനം കവർന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. റാണിക്കുഞ്ഞ് വരുമ്പോ തന്നെ ഒരു ഇരട്ടി സന്തോഷം. വേദിയിൽ മനോഹര ഗാനവുമായി അശ്വിൻ എത്തുന്നു. ഒരു പാട്ട് പാടി കഴിഞ്ഞ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അരങ്ങേറിയ അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും.